MLA നമസ്കാരം. മുൻ MLA കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇപ്പോഴും MLA പോലെ അല്ലേ? യാ, ഇപ്പൊ എന്തോ ഇവിടെ വന്നപ്പോ ആൾക്കാര് ആഷ്മി പറയായിരുന്നു, വിജയനും പറയായിരുന്നു, ഇപ്പൊ മുഖത്തൊക്കെ ഒരു ചെറിയ ചിരിയുണ്ട്, പക്ഷെ ആ ചിരി നിലനിർത്തണം എന്നുള്ളതാണ്. തീർച്ചയായും പഴയ ചൂരൽമല പുനഃസ്ഥാപിക്കണം. അതാണ് ഗവൺമെന്റും ഇവിടുത്തെ ജനങ്ങളും എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടുള്ളത്. ടൗൺഷിപ്പ് എന്ന രീതിയിൽ മുഴുവൻ ആൾക്കാരെയും ചേർത്ത് പിടിച്ച്. അങ്ങനെ ഒരു അഭിപ്രായത്തിൽ ടൗൺഷിപ്പ് എവിടെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്? കാരണം ഇപ്പൊ ഈ ചൂരൽമല, ഈ മുണ്ടക്കൈ ഭാഗത്തൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന ആളുകളെ അവർ ചിന്ന ഭിന്നമാകാൻ പറ്റത്തില്ല, എന്തായാലും അവർക്ക് ഒന്നിച്ച് താമസിക്കണം. അതേസമയം ഈ ഭീതി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലാകുകയും ചെയ്തത്. ചീഫ് സെക്രട്ടറി നേരിട്ട് വന്ന് മുഴുവൻ ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ തേടിയിരുന്നു. രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും അതോടൊപ്പം ചൂരൽമല ദുരന്തത്തിനിരയായ ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ തേടിയിരുന്നു. അവരൊരു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏറ്റവും ജനാധിപത്യപരമായും സുതാര്യവുമായിട്ട് ഈ കാര്യങ്ങൾ നടത്താനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് നേതൃത്വത്തിൽ ടൗൺഷിപ്പിനാവശ്യമായ സ്ഥലം കണ്ടെത്തി മുഴുവൻ ആൾക്കാരെയും ഒരുമിച്ച് താമസിപ്പിക്കാനും അവർക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കാനും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് ഗവൺമെന്റ് ആലോചിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 29-ാം തീയതി ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവകക്ഷി യോഗം മുഖ്യമന്ത്രി എന്നെ വിളിച്ചു ചേർത്തിരുന്നു. സംസ്ഥാന നേതാക്കളിൽ പങ്കെടുത്തിരുന്നു. എല്ലാവരും അതിനോട് യോജിപ്പ് രേഖപ്പെടുത്തി ഒരുമിച്ചാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഗവൺമെന്റ് നേതൃത്വത്തിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചേർന്ന് ചൂരൽമലയെ വീണ്ടെടുക്കാനാണ് ആലോചിക്കുന്നത്. ആ പ്രവർത്തനത്തിനാണ് തീർച്ചയായും നമുക്ക്. ഞാനിങ്ങോട്ട് ചോദിക്കട്ടെ, ഓവറോൾ വിലയിരുത്തുമ്പോൾ അങ്ങ് ഇവിടെ കുറച്ചുകൂടി ഇവിടുത്തെ പ്രദേശം നന്നായിട്ട് അറിയുന്ന ഒരാളാണല്ലോ, ഇതിന് ഈ പുനരധിവാസത്തിനൊരു വേഗം കുറയുന്നുണ്ടോ? ഇല്ല, കാരണം ചൂരൽമല ദുരന്തം ഉണ്ടായിട്ട് 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആദ്യത്തെ നമ്മുടെ ഘട്ടം, അതിന് 2-3 ഘട്ടങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ ഘട്ടം, ഒന്നാമത്തെ ഘട്ടം ജീവനുള്ളവരെ മുഴുവൻ രക്ഷിക്കുകയായിരുന്നു. അത് ഗവൺമെന്റ് നേതൃത്വത്തിൽ സൈന്യവും എല്ലാവരും ഇടപെട്ട്, ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ഇടപെട്ട് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും, പരിക്ക് പറ്റിയ മുഴുവൻ ആൾക്കാരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി. ഒരു കാര്യം നമ്മൾ പറഞ്ഞു പറ്റൂ മുൻ MLA, അതായത് ഇവിടെ നടന്ന രക്ഷാപ്രവർത്തനം, നമ്മൾ ടെലിവിഷനിൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് ഒരു കമ്പാരിസൺ ഇല്ല. അതെ, ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ദൗത്യസേനയും സർക്കാരിന്റെ ഫയർഫോഴ്സും ഒക്കെ ഒന്നിച്ച് എത്രയോ ആളുകൾ, അത് എനിക്ക് തോന്നുന്നത് സമാനതയില്ലാത്ത ദുരന്തം പോലെ തന്നെ രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇവിടെ. ഈ ഐക്യമാണ് കേരളത്തിന് വേണ്ടത്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ യാതൊരു തർക്കമില്ലല്ലോ. പിന്നീട് 2ാമത്തെ ഘട്ടം ആളുകളെ ക്യാമ്പിലെത്തിക്കുകയായിരുന്നു. ഒരു മാസക്കാലത്തിനകം താൽക്കാലിക ഷെൽട്ടറിലേക്ക് മാറ്റുമെന്നായിരുന്നു ഗവൺമെന്റ് പറഞ്ഞിരുന്നത്. 26-ാമത്തെ ദിവസം മുഴുവൻ ആൾക്കാരെ, അവസാനത്തെ ആൾക്കാരെയും മാറ്റി അവരെല്ലാം ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും ഇല്ലല്ലോ, ഒരു ക്യാമ്പുകളും ഇല്ല. എല്ലാവർക്കും പ്രതിമാസം 6000 രൂപ വാടക വെച്ച് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഓരോ കുടുംബത്തിനും, ഒരു കുടുംബത്തിന് 2 പേർ കണക്കാക്കി 300 വെച്ച് പ്രതിദിനം കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ അത് 3 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് തുടരാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ ഒന്നുമില്ലാത്തവരാണ്, ബേസിക് കിറ്റ് എന്ന് പറഞ്ഞിട്ട് വീട്ടുപകരണങ്ങൾ, കട്ടില്, ഭക്ഷണ സാധനങ്ങൾ എല്ലാം ഓരോ വീടുകളിലും കൊടുക്കുകയാണ്. ഈ രീതിയിൽ അവരെ ചേർത്ത് പിടിക്കുകയാണ്, അവരൊറ്റയ്ക്കല്ല എന്നുള്ളൊരു ധാരണയോടുകൂടി ആത്മാർത്ഥമായ ശ്രമം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. നാളെയാണെങ്കിൽ മുണ്ടക്കൈ സ്കൂളും വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം അത് ഇവിടെ എത്തുന്നുണ്ട്. അപ്പൊ നാളെ പ്രവേശനോത്സവം ഒക്കെ ആദ്യമായിട്ട് മുണ്ടക്കൈയിലെ സ്കൂൾ തുടങ്ങാം അല്ലേ? ഓക്കെ, സന്തോഷം. അതെ 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 ഞാൻ വരാം. എവിടെയായിരുന്നു ക്ഷേത്രം? ഇവിടെയായിരുന്നു ക്ഷേത്രം. ആ ക്ഷേത്രം പൂർണ്ണമായും തുറന്നത് അട്ടമലയിലേക്ക് പോകുന്ന റോഡാണ്. അട്ടമല എന്ന് പറയുന്ന അവിടെ ഒരു പ്ലാന്റേഷന്റെ ഭാഗമായിട്ടുള്ള ഭൂപ്രദേശം തന്നെയാണ്. ആ റോഡിനോട് ചേർന്ന് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം പൂർണ്ണമായും നാമാവശേഷമാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അവരൊക്കെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ. നിങ്ങളൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരാണോ? മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതില്. സാറെ കാണാൻ പറ്റിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷം. സാറിനെ കാണണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഇതില് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. നമുക്കൊക്കെ ഇങ്ങനെ ഒരു വളരെ സന്തോഷത്തോടെ വന്നിറങ്ങിയ ഒരു മോർണിംഗ് ഷോ ഒക്കെ ഇവിടുന്ന് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയനെ. ഞാനും വിജയകുമാറും ഞങ്ങള് ആഷ്മിയൊക്കെ നേരിട്ട് കാണുമ്പോൾ ഞങ്ങൾ ഇത്തിരി കോമഡിയൊക്കെ പറയുന്നവരാ. ഇവിടെ വരുമ്പോൾ ഞങ്ങൾ എല്ലാം അസ്തമിച്ച് ഞങ്ങളുടെ മനസ്സിലൊക്കെ ഈ കണ്ട ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഈ വെള്ളാർമല സ്കൂളും നമ്മളെ ക്ഷേത്രമാണ് ഇത് ക്ഷേത്രം പൂർണ്ണമായിട്ട് പോയി അല്ലേ? ഇവിടെ ഒന്നുമില്ല ഇനി അല്ലേ? ഒന്നുമില്ല. ഓക്കെ, എന്താ പേര്? പേര്? ഓക്കെ, സെക്രട്ടറിയാണ്. സെക്രട്ടറിക്ക് എന്താ പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞാൽ?
എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പൊ പുനരധിവസിക്കുന്നെന്ന് പറയുന്നുണ്ടല്ലോ, അത് കടലാസിൽ മാത്രമാകരുത്. ഈ വെള്ളാർമല വില്ലേജ് എങ്ങനെയായിരുന്നു പണ്ട് അതുപോലെ തന്നെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് പരിശ്രമിക്കണം. ആരും ഇതിൽ വിട്ടുപോകരുത്. ഓക്കെ, അതിനായിരിക്കും ശ്രമം. നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടിയല്ല. നമുക്ക് അങ്ങനെ ഒരു പണ്ടിങ്ങനെ ഒരു 20 സംഭവിച്ചിട്ട് അതിനുശേഷം ഉണ്ടായ വലിയൊരു 1920 സംഭവിച്ചു. 20 സംഭവിച്ചതിന് ശേഷമാണ് 24 4 വർഷത്തിന്റെ ഇടയിലാണ് വീണ്ടും വലിയ 2020 പുത്തുമല കഴിഞ്ഞ് അതിനുശേഷം മനസ്സിലായി. കുഴപ്പങ്ങളൊന്നുമില്ല, എത്രയും പെട്ടെന്ന് ശരിയാക്കി തരുന്നതാണ്. നമുക്ക് പറയാനുള്ളത് എസ്റ്റേറ്റ് തൊഴിലാളികളെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ ഈ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഈ HML കമ്പനി ഒന്നും ഇതുവരെയായിട്ട് ചെയ്തു കൊടുത്തില്ല. അവർ പല സ്ഥലത്ത് ഭിന്നമായി പോയി കിടക്കുക. പക്ഷെ അവരെ ഒരു കൊടക്കീഴിലാക്കേണ്ടത് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ആണ്. നമുക്ക് പഴയ പോലെ തന്നെ ആകണം സാറേ. ഈ പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഫ്രെയിമില് ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്നേ നമുക്കിപ്പോ പറയാൻ പറ്റൂ. ഈ ചൂരൽമലയിലെ ഉണ്ടായിരുന്ന അമ്പലത്തിന്റെ ദൃശ്യം നമ്മളെ 24 പകർത്തിയിരുന്നു. അത് കാണിച്ചു തരാം. അതല്ല, അതിപ്പോ പ്രേക്ഷകർ കാണുന്നുണ്ട്. അത് അവിടെ ഉണ്ട് ചേട്ടാ, അവിടെ ഉണ്ട്. ചേട്ടന്റെ എന്റെ പേര് രാജൻ എന്നാണ് സാർ. ഞാനിവിടെ തന്നെ പെറ്റു വളർന്നതാണ്. പഴയ പോലെ നമ്മൾ ഇതുപോലെ എല്ലാം ശരിയാക്കി എല്ലാം കൂടി നമ്മ എല്ലാവരും ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കും.